യു എന്നിൻ്റെ സമുദ്ര സമ്മേളനങ്ങൾ ഒന്നാം സമ്മേളനം 2017 ന്യൂയോർക്കിലായിരുന്നു. രണ്ടാം സമ്മേളനം 2022 ലിസ്ബണിലായിരുന്നു. മൂന്നാം സമ്മേളനം 2025 ജൂൺ 9 മുതൽ 13 വരെയായിരുന്നു. ഈ സമ്മേളനത്തിൻ്റെ വേദി ഫ്രാൻസിലെ നീസ് എന്ന സ്ഥലത്തായിരുന്നു. ഫ്രാൻസും കോസ്റ്റാറിക്കയും സംയുക്തമായാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത്. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസ് ഇറ്റലിയുടെ യാനിക് സിന്നറിനെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസ് ജേതാവ് അമേരിക്കയുടെ കൊക്കോ ഗ്രാഫ് ബലാറസിൻ്റെ ആര്യാന സബലേങ്കയെ തോൽപ്പിച്ചു. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായി നിയമിതനായതാര്? ഉത്തരം അശ്വനി ലോഹാനി. കേരളത്തിൽ ഈ വർഷത്തെ 2025 ട്രോളിംഗ് കാലയളവ് ഏതായിരുന്നു? ഉത്തരം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ, അതായത് 52 ദിവസം. കേരളത്തിൽ ഈ വർഷത്തെ അതായത് 2025 ട്രോളിംഗ് കാലയളവ് ഏതായിരുന്നു? ഉത്തരം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ, അതായത് 52 ദിവസം. UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ ആരെല്ലാം? ഉത്തരം USA, ചൈന, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, അങ്ങനെ 5 അംഗങ്ങൾ കൂടാതെ 10 താത്കാലിക അംഗങ്ങളും ഉണ്ട്. UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ ആരെല്ലാം? ഉത്തരം USA, ചൈന, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിങ്ങനെ 5 സ്ഥിരാംഗങ്ങളും കൂടാതെ 10 താത്കാലിക അംഗങ്ങളും ഉണ്ട്. UNലെ ഏതെല്ലാം സമിതികളിലെ ഉയർന്ന പദവികളാണ് പാകിസ്ഥാൻ ഈയിടെ നേടിയത്? ഉത്തരം ഭീകരവിരുദ്ധ സമിതിയുടെ സഹ അധ്യക്ഷ സ്ഥാനം. 2 താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം. UNലെ ഏതെല്ലാം സമിതികളിലെ ഉയർന്ന പദവികളാണ് പാകിസ്ഥാൻ ഈയിടെ നേടിയത്? 1 ഭീകരവിരുദ്ധ സമിതിയുടെ സഹ അധ്യക്ഷ സ്ഥാനം. 2 താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം.